ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനലിൽ ആദ്യമായി ഹലീം എന്ന രുചികരമായ ഒരു ഐറ്റമാണ് അവതരിപ്പിക്കുന്നത്. ചെറിയ പാർട്ടികൾ മറ്റ് ഐറ്റങ്ങൾ ഒരുക്കാതെ വിളമ്പാൻ പറ്റുന്ന ആരോഗ്യപ്രദവും രുചികരവുമായ വിഭവമാണ് ഹലീം. ഇതുണ്ടാക്കുന്ന രീതി നോക്കാം. ഒരു ബോളിൽ 1/2 കിലോ നുറുക്ക് ഗോതമ്പ്, 3 ടേബിൾ സ്പൂൺ ചന ദാൽ, 1.5 ടേബിൾ സ്പൂൺ മൂംഗ് ദാൽ, 1.5 ടേബിൾ സ്പൂൺ മസൂർ ദാൽ, 1.5 ടേബിൾ സ്പൂൺ ഉറദ് ദാൽ, 1.5 ടേബിൾ സ്പൂൺ അരി എന്നിവയെടുത്ത് നന്നായി കഴുകിയ ശേഷം വെള്ളം വാർത്തു പോകാൻ 1 മണിക്കൂർ വയ്ക്കുക. 2 വലിയ ഉള്ളി എടുത്ത് നേരത്തെ സ്ലൈസാക്കി എണ്ണയിൽ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി ഉള്ളി മാറ്റി വയ്ക്കുക. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 800 ഗ്രാം എല്ലോട് കൂടി കുറച്ച് വലിയ വലുപ്പത്തിൽ മുറിച്ചെടുത്ത് കഴുകി വെള്ളം വാർന്ന ശേഷമുള്ള ചിക്കനാണ്. ഇതിൽ 150 ഗ്രാം തൈര്, രുചിക്കനുസരിച്ച ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ലെമൻ്റെ ജ്യൂസ്. ഇവയെല്ലാം ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച ശേഷം കവർ ചെയ്ത് 1 മണിക്കൂറോളം ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ദാൽ മിക്സ് വെള്ളം മാറ്റിയ ശേഷം ഒരു വലിയ കുക്കിംഗ് പാത്രത്തിൽ മാറ്റുക. ഇതിൽ കുക്ക് ചെയ്യാനായി ഏകദേശം 1 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ട് ഗോതമ്പ് മിശ്രിതം നന്നായി വേവുന്നത് വരെ അടുപ്പിൽ വെക്കണം. ഇനി നമുക്ക് ചിക്കനിലേക്ക് വരാം. ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിൽ 4 ടേബിൾ സ്പൂൺ ഗീ, ഒപ്പം 3 ടേബിൾ സ്പൂൺ പാചക എണ്ണ ഇവ നന്നായി ചൂടാക്കുക. ചൂടായ എണ്ണയിലേക്ക് 4 ഏലക്കായ്, 5 കറാമ്പ്, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ടീസ്പൂൺ കുരുമുളക് എന്നിവയിട്ട് വഴറ്റുക. ഏകദേശം 15 സെക്കൻഡ് വഴറ്റിയ ശേഷം 2 വലിയ ഉള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റുക. 5 മിനിറ്റ് വഴറ്റിയ ശേഷം മാരിനേറ്റ് ചെയ്ത് വച്ച ചിക്കൻ ചേർത്ത് നന്നായി ഉള്ളി മിക്സ് ചെയ്യുക. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. അതിൽ 4 ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞ മല്ലിയില, 2 ടേബിൾ സ്പൂൺ പുതിനയില അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും ഇവ കൂടി ചേർത്ത് ഇളക്കിയ ശേഷം കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെയും പിന്നീട് ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് നേരം വേവിക്കുക. ഈ സമയം കൊണ്ട് ഗോതമ്പ് മിശ്രിതം വെള്ളമൊക്കെ വറ്റി നന്നായി വെന്തിട്ടുണ്ടാകും. അടുപ്പിൽ നിന്നും മാറ്റി തണുക്കാൻ വെക്കുക. തണുത്തു കഴിഞ്ഞാൽ മിക്സി ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. നാം പ്രഷർ കുക്കറിലിട്ട് 25 മിനിറ്റ് നേരം വേവിച്ച ചിക്കൻ പ്രഷർ പോയ ശേഷം പുറത്തെടുക്കുക. ഗ്രേവിയിൽ നിന്നും ചിക്കൻ വേർതിരിച്ചെടുത്ത് എല്ല് മാറ്റണം. ഇപ്പോൾ ചിക്കൻ എല്ലിൽ നിന്നും മാറ്റി ഷ്രെഡ് ചെയ്തു കഴിഞ്ഞു. ചിക്കൻ ഗ്രേവിയിലേക്ക് ചേർത്ത് കൂടെ അരച്ച് വെച്ച ഗോതമ്പ് ദാൽ പേസ്റ്റ്, ഫ്രൈ ചെയ്തു വെച്ച ഉള്ളി, ഒപ്പം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി ചേർക്കുക. കൂടാതെ ഇതിലേക്ക് 4 ടീസ്പൂൺ ഗീ കൂടി ചേർത്ത് നന്നായി ഇളക്കുക.
അവസാനമായി ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഗീ എടുത്ത് ചൂടായാൽ അതിലേക്ക് അരിഞ്ഞ് കുറച്ച് ഉള്ളി ചേർത്ത് വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കി നേരത്തെ തയ്യാറാക്കിയ വെച്ച ഹലീമിലേക്ക് ചേർത്ത് ഏതാനും മിനിറ്റ് വീണ്ടും ഇളക്കണം. ഈ അവസരത്തിൽ ഉപ്പും ലെമണും രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അടുപ്പിൽ നിന്നും ഇറക്കി വെച്ച ഹലീമിൽ അലങ്കരണമെന്ന നിലക്ക് മുമ്പ് നാം മാറ്റിവെച്ച ഫ്രൈ ചെയ്ത ഉള്ളിയും മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക. ഹലീം പാകം ചെയ്യാൻ പ്രോസസ്സ് അല്പം കൂടുതലാണെങ്കിലും ഹലീമിൻ്റെ രുചി അറിയുമ്പോൾ അതൊരു വിഷമമായി തോന്നുകയില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.